മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ജയനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഇഷ്ടം കൂടിയിരിക്കുന്ന സമയത്താണ് PG വിശ്വംഭരൻ്റെ ചാകര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തൃശ്ശൂർ തുടങ്ങുന്നത്, വാടാനപ്പള്ളിയിൽ. അപ്പോൾ ജയനെ കാണാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണത്. അങ്ങനെ നമ്മൾ പോയിട്ട് ജയനെ കണ്ടു, സംസാരിച്ചു. വളരെ നല്ല മനുഷ്യൻ. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് അന്നൊക്കെ നമുക്ക് എഴുത്തൊക്കെ എഴുതാം. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു അഡ്രസ്സും തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അഡ്രസ്സ് തന്നു. ചെന്നൈയിലെ മദ്രാസാണ്, പ്ലാങ്ക്രോവ് ഹോട്ടലിൻ്റെ നമ്പറും തന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ എഴുത്തൊക്കെ എഴുതി. അത് ജയൻ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഒരു രക്ഷയില്ല, ഒരു മറുപടിയുമില്ല, ഒന്നുമില്ല. രജിസ്ട്രേഷൻ കത്ത് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ജയനെ നമുക്ക് ഒരു പ്രാവശ്യം ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയൻ്റെ മേക്കപ്പ് മാൻ മോഹനൻ, ഇപ്പോൾ അദ്ദേഹത്തിന് അന്നൊക്കെ അറിഞ്ഞുകൊണ്ടത് ജയമോഹൻ എന്നാണ്, ജയൻ്റെ മേക്കപ്പ് മാനായ കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം അവിടെ നാട്ടിൽ ജയൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമാണ് ജയനെ നമ്മൾ ആകെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ജയൻ്റെ നമുക്കൊരു ഇപ്പം മുരളി ജയൻ മകനാന്ന് പറയുന്നത്, ഇപ്പോഴും പുനർജനിച്ച് ഇപ്പോഴും ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ജയനെക്കുറിച്ച് സോഷ്യൽ മീഡിയ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ജയൻ്റെ പ്രശസ്തി എവിടെയൊക്കെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു നടനും കിട്ടാത്ത, ഇനി ഒരു നടൻ എത്ര നാൾ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാലിപ്പോൾ അവർക്ക് ഒരാൾക്കും കിട്ടാത്ത ഒരു അംഗീകാരമാണ് ജയന് കിട്ടിയത്. അപ്പോൾ ജയൻ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10-80 വയസ്സുണ്ടായിരിക്കാം. അതാണ് അതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ കാര്യം അറിയണ്ടോ, മുരളി നമ്മുടെ ജയൻ്റെ മകനാണോ? ജയൻ്റെ മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ ജയൻ്റെ നല്ലൊരു ഫേസ് കട്ടും ജയൻ്റേതായുള്ള എല്ലാ രൂപങ്ങളൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. പണ്ടാര പറഞ്ഞ കണക്ക് ഒളിച്ചുണ്ടായാൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞ പോലെ അത് എന്തായാലും ഒരു സത്യമായിട്ട് തോന്നുന്നുണ്ട്. ഇനി ജയൻ്റെ കുടുംബക്കാരാണ് ഇതിനുള്ള സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ DNA ടെസ്റ്റ് നടത്തട്ടെ എന്ന് പറയുന്നത് ഞങ്ങൾ.